വിശദമായി നോക്കാം. ആയിഷ പോറ്റിക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അസുഖമാണെന്ന് പറഞ്ഞ ആയിഷ പോറ്റി ഒരു കമ്മിറ്റിയിലും പങ്കെടുത്തിരുന്നില്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ആ അസുഖം എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അധികാരത്തിന്റെ അപ്പകഷ്ണത്തിന് വേണ്ടിയുള്ള അസുഖമായിരുന്നുവെന്ന് തെളിഞ്ഞതായും MV ഗോവിന്ദൻ പറഞ്ഞു. വിസ്മയത്തിന്റെ ഭാഗമായിട്ട് ഒരാളെ വിളിച്ചു. ആർക്കും ഓർമ്മയില്ല, ആരും അറിയുന്നില്ല. ആരെയാ വിളിച്ചേ? ആയിഷ പോറ്റി. ആയിഷ പോറ്റി 10 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റായി, ജില്ലാ പഞ്ചായത്ത് പാർട്ടിയുടെ ഭാഗമായിട്ട് വന്ന ഉടനെ തന്നെ. അതിനുശേഷം 15 കൊല്ലം MLA ആയി. ആ MLA പണി കൂടി കഴിഞ്ഞ് പാർട്ടി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലെടുത്തു. ആ ജില്ലാ കമ്മിറ്റി അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ജില്ലാ കമ്മിറ്റി പിന്നെ ഏരിയ കമ്മിറ്റിയിലേക്ക് എടുത്തു. ഏരിയ കമ്മിറ്റിയിൽ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. അപ്പോഴൊക്കെ അസുഖമാണ് എന്നാണ്. അസുഖം എന്താണ് എന്ന് ഇപ്പോഴെല്ലാവർക്കും മനസ്സിലായി. ആ അസുഖം അധികാരത്തിന്റെ അപ്പകഷണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമല്ലാതെ വേറെ ഒന്നുമായിരുന്നില്ല എന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറിയിട്ടുള്ള ഈ ആയിഷ പോറ്റിയെ സംബന്ധിച്ച് എല്ലാവർക്കും ഇപ്പോൾ വളരെ വ്യക്തതയോടുകൂടി മനസ്സിലായി. ഒരു വർഗത്തെ വഞ്ചിച്ച് ഭരണവർഗത്തിന്റെ ഒപ്പം ചേർന്ന് മുമ്പോട്ടേക്ക് പോയ ഒരു ചിത്രമാണ് നമുക്ക് ആയിഷ പോറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന. അവസരവാദപരമായ നിലപാട്, വർഗവഞ്ചനയുടെ ഭാഗമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസിലേക്ക് ചേക്കാറാൻ യാതൊരു തരത്തിലുള്ള മടിയുമില്ലാതെ ഈ പറയുന്ന ആയിഷ പോറ്റി പോയിട്ടുള്ളത്. സെയ്ഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, തനിക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല, കടുത്ത അവഗണന നേരിടേണ്ടി വന്നു കഴിഞ്ഞ കാലങ്ങളിൽ എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ആയിഷ പോറ്റി കോൺഗ്രസിൽ അംഗത്വം എടുത്തത്. ഇപ്പോൾ ആയിഷ പോറ്റിയെ വർഗവഞ്ചകയായും അധികാരമോഹിയായും മുദ്രകുത്തുകയാണോ CPM? അതെ, പാർട്ടിക്ക് നൽകാൻ കഴിയുന്ന പദവികളെല്ലാം നൽകിയിരുന്നു. ഇവർ ആദ്യ തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വന്നപ്പോൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. പിന്നീട് 2 തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. അതിന് പിന്നാലെ തന്നെ കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണപിള്ളയെ നേരിടാൻ വേണ്ടി ആയിഷ പോറ്റിയെ നിയോഗിച്ചു. അങ്ങനെ തുടർച്ചയായി 3 തവണ ആയിഷ പോറ്റി അവിടെ മത്സരിപ്പിച്ചു. ഇതെല്ലാം പാർട്ടി തന്നെ നൽകിയതാണ് എന്ന് MV ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ആയിഷ പോറ്റിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചത്. വിസ്മയം തീർക്കുകയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അങ്ങനെ അത്ഭുതം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാണ് ആയിഷ പോറ്റിയെ പിടിച്ചത്. ആയിഷ പോറ്റി ഒരു കമ്മിറ്റിയിലും പങ്കെടുത്തിരുന്നില്ല, ഒരു ജില്ലാ കമ്മിറ്റിയിൽ അവർ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അസുഖമാണെന്ന് പറഞ്ഞാണ് നടന്നത്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അസുഖമായിരുന്നു എന്നാണ്. ആ അസുഖം എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന പരിഹാസം കൂടി MV ഗോവിന്ദൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു കൊല്ലം ജില്ലയിലെ. അവർ ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസിലേക്ക് പോയപ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടാൻ വേണ്ടി CPM തീരുമാനിച്ചിരിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് MV ഗോവിന്ദന്റെ വാക്കുകൾ. ദിവ്യ, ആയിഷ പോറ്റിയുടെ അസുഖം എന്ന് പറയുന്നത് അത് അധികാരത്തിന്റെ അപ്പകഷ്ണത്തിന് വേണ്ടിയുള്ള അസുഖമായിരുന്നു എന്ന് വിമർശിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ.